ഏറെ നാളുകൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു ഒരു 1.5 വർഷത്തിന് ശേഷം എൻ്റെ ഫോണിൽ ഒരു കോൾ വരുന്നു. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. കുറച്ച് നേരം സംസാരിച്ചപ്പോൾ തന്നെ ആദ്യത്തെ ആ ഒരു 2 മിനിറ്റിനകം തന്നെ കാര്യങ്ങളൊക്കെ എനിക്ക് ഏകദേശം മനസ്സിലായി. കാര്യം നല്ല രീതിയിൽ പോവേണ്ടതായിട്ടുള്ള ഒരു കരിയർ, അല്ലെങ്കിൽ റോബിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ ആണെങ്കിലും, അതും രണ്ട് വഴിക്കായി മാറിയത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് ആ ഒരു കോൺവെർസേഷൻ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഞങ്ങൾക്കിടയിൽ നിന്ന് കളിച്ച ആ ഒരു വ്യക്തിയെ ഞങ്ങൾ കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ ഇതുകൊണ്ടാണ് അയാൾ അങ്ങനെ ചെയ്തതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്നു. ഒരിക്കലും ചെയ്തുകൂടാത്ത കാര്യങ്ങളാണ് ആ ഒരു വ്യക്തി, ഇടനിലക്കാരനായിട്ട് നിന്ന ആ ഒരു വ്യക്തി ചെയ്തത്. വേറെ ആരുമല്ല, വിവേക് ബാബുക്കുട്ടൻ എന്ന് പറയുന്ന വിവേകാണ്. പുള്ളിക്കാരൻ ചെയ്ത പ്രവൃത്തികളൊക്കെ കേട്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഷോക്കായിപ്പോയി. ഏകദേശം ഒരു 1.5 ആഴ്ച കൊണ്ട് ഞാൻ പലതും കേൾക്കുന്നുണ്ട്. എൻ്റെ കരിയർ നല്ല രീതിയിൽ പോകുന്ന സമയത്ത് ഏകദേശം 3 വർഷത്തോളം ഞാൻ ഗൾഫിൽ വർക്ക് ചെയ്ത് നല്ല രീതിയിൽ പോകുന്ന ഒരു ടൈമിൽ പെട്ടെന്നൊരു സുപ്രാത്തി എൻ്റെ ഒരു പാഷനെ ഫോളോ ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ റിസൈൻ ചെയ്ത് നാട്ടിലോട്ട് വന്നു. അങ്ങനെ ഒരു ചാനൽ തുടങ്ങുന്നു. എൻ്റെ ഒരു പേരിൽ ചാനൽ തുടങ്ങുകയാണെങ്കിൽ അത് ചിന്തു ഇറ്റ്സ് ലൈക്ക് എ പെറ്റ് നെയിം. അപ്പോൾ എൻ്റെ പേരിൽ തുടങ്ങുകയാണെങ്കിൽ ആ ചാനൽ ഒരിക്കലും നല്ല രീതിയിൽ വരത്തില്ല എന്നുള്ളൊരു ധാരണ ഉണ്ടായതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു സുഹൃത്ത്, വീട്ടിനടുത്തുള്ള ഒരു സുഹൃത്ത്, അവനായിട്ട് വലിയ കമ്പനി ഞാൻ എപ്പോഴും കീപ്പ് ചെയ്യാറില്ല. അപ്പോൾ ആ ഒരു സുഹൃത്തുമായിട്ട് ഞാൻ സംസാരിക്കുന്ന ഇടയ്ക്ക് നിനക്ക് എൻ്റെ കൂടെ നിൽക്കാവോ, അല്ലെങ്കിൽ നിൻ്റെ പേരിൽ ഞാനൊരു ചാനൽ തുടങ്ങിക്കോട്ടെ എന്ന് അവൻ്റെ അടുത്ത് ചോദിക്കുകയും അവൻ പറഞ്ഞ ആ ചാനലോ യൂട്യൂബ് ചാനൽ കാര്യങ്ങളൊന്നും അവനറിയത്തില്ല. ഞാൻ ഇതിനെക്കുറിച്ചൊരു വർക്കൗട്ട് ചെയ്ത് ഇതിൻ്റെ കണ്ടൻറ് ഇട്ട് ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഏകദേശം ഒരു പാറക്കെട്ടിൽ പോയിരുന്നാണ് ഇവനെ പറയുന്നതും ഇവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതും ഇവനെ കൊണ്ട് പറയിപ്പിക്കുന്നതും വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതും എൻ്റെ സ്വന്തം ചാനലായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഏകദേശം ഐഫോൺ ആയിരുന്നു. എനിക്ക് 11 Pro Maxും അവന് 12 Pro ആയിരുന്നു. അപ്പോൾ ഇത്രയും കൂടെ ബെറ്റർ ക്വാളിറ്റി അതിനകത്ത് കിട്ടുമെന്ന് പറഞ്ഞ് അവൻ്റെ ഫോണിനകത്ത് ഷൂട്ട് ചെയ്തു എന്നുള്ളത് ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും കണ്ടന്റ് ഇടുന്നതും എല്ലാം ഞാനായിരുന്നു. ആ ഒരു ചാനലിൽ ഏകദേശം 16,000 സബ്സ്ക്രൈബേഴ്സ് വന്ന സമയത്ത് ഞാൻ പോലും അറിയാതെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്ത് അവൻ്റെ പേരിലാക്കുന്നു ആ ചാനൽ. പിന്നീട് ഞാൻ അവനുമായിട്ട് തെറ്റിപ്പിരിയുന്നു. എൻ്റെ കൂടെ നിന്ന ബിജോയെ ഞാനുമായിട്ട് തല്ലിക്കുന്നു. അതുപോലെ തന്നെ ബിജോയ്ക്ക് വിനീതിനെ കൊണ്ട് അടി കൊടുക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാക്കി വരുന്നു. അങ്ങനെ എൻ്റെ കൂടെ സഹകരിക്കുന്ന പല വ്യക്തികളെയും എന്നിൽ നിന്നും വേർതിരിച്ച് വിട്ട് അവനിലോട്ട് അടുപ്പിക്കാനാണ് ഞാൻ ഓർമ്മ വെച്ച കാലം തൊട്ടേ കണ്ടുവരുന്ന ഒരു സംഭവം അതാണ്. അവന് ഇങ്ങനൊരു സംഭവം എന്തുകൊണ്ടാണ്, ഇതിൻ്റെ ഒരു ഔട്ട് എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഞാനുമായിട്ട് ക്ലോസ് ആയിട്ടുള്ള ആളുകൾ ഇവനുമായിട്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാൻ വേണ്ടി ഇവൻ പറഞ്ഞ് നമ്മളെ തമ്മിൽ തല്ലിക്കുന്നതാണ് ഇവൻ്റെ ഒരു പ്രകൃതം. അത് കുഞ്ഞുനാൾ തൊട്ടേ കണ്ടുവരുന്ന ശീലമാണ്. ഇവൻ്റെ ഇരകളായിട്ടുള്ള ആളുകളിൽ ഏറ്റവും പ്രധാന കഥാപാത്രം ഞാനാണ്. കാര്യം എന്ന് പറഞ്ഞാൽ റോബിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നുണ്ട്. റോബിൻ തന്നെ പറയുന്നുണ്ട് ആ ഒരു ഫേക്ക് അലിഗേഷൻ, ആ ഒരു ഫ്ലാറ്റിൽ പോയ സംബന്ധിച്ചുള്ള ഫേക്ക് അലിഗേഷൻ എന്തുകൊണ്ടുണ്ടായി, അത് ഇവൻ പറഞ്ഞു കൊടുത്ത രീതിയിലാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ അവൻ ഈ കാണിച്ചത് ശരിക്കും തന്തയില്ലായ്മയാണ്. അവൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതും അതാണ്. റോബിനാണെങ്കിലും ജാസ്മിനാണെങ്കിലും എല്ലാം, ഷബീന ബീബി ആണെങ്കിലും, അല്ലെങ്കിൽ അങ്ങനെ കുറേ പേര് ഇവൻ്റെ ഇരകളായിട്ടുണ്ട്. ഇങ്ങനെ പല കഥാപാത്രങ്ങൾ മാറി വരുന്നുണ്ട്. അപ്പോൾ റോബിൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു, ഞാനും ഇതൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു. ഞങ്ങൾ അന്നേ ഇങ്ങനൊന്നും ഇരുന്ന് സംസാരിച്ചായിരുന്നെങ്കിൽ തീരാവുന്ന പ്രശ്നങ്ങൾ വലിയ രീതിയിൽ വലിച്ചടക്കപ്പെട്ടു. അത് സോഷ്യൽ മീഡിയയിൽ എൻ്റെ ഫാമിലിയെ. അപ്പോൾ ഞാൻ റോബിനെതിരെ ഓരോ വീഡിയോകളും ഇല്ലെങ്കിൽ അതിൻ്റെ പല കാര്യങ്ങളും ചെയ്യുന്നത് എപ്പോഴും എന്നിൽ ഇഞ്ചക്ട് ചെയ്ത് വെക്കും. റോബിൻ അത് ചെയ്തു, ഇത് ചെയ്തു, നിൻ്റെ അമ്മ മുറ്റത്ത് കിടന്ന് കരഞ്ഞ് നെഞ്ചത്തടിച്ച് കരഞ്ഞത് ഓർമ്മയുണ്ടോ, ആ അമ്മ വീണ്ടും കരയണമെന്നാണ് റോബിൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. അല്ലെങ്കിൽ നിൻ്റെ അച്ഛൻ മരിച്ചുപോയി, നിൻ്റെ അച്ഛനെക്കുറിച്ച് അവൻ എന്താ പറഞ്ഞത് നിനക്കറിയാവോ എന്നും പറഞ്ഞ് നമ്മളെ കൊണ്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മളെ അത്രത്തോളം നമ്മളെ ഉള്ളിലോട്ട് വിഷം ഇഞ്ചക്ട് ചെയ്ത് വെച്ച് ഞാൻ റോബിനെതിരെ പല കാര്യങ്ങളും പറഞ്ഞ് പബ്ലിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈവൻ ശാലിച്ചേട്ടൻ്റെ അടുത്തായപ്പോൾ ശാലിച്ചേട്ടനും റോബിൻ തമ്മി എന്തോ പ്രശ്നമെന്ന് പോലും എനിക്കറിയത്തില്ല. അതിൻ്റെ ഉള്ളിൽ കളിച്ച മൊത്തം വിവിയാണ്. കാര്യം ശാലിച്ചേട്ടന് ആർട്ടിക്കിളും പാർട്ടും ഒക്കെ പറഞ്ഞ് ശാലിച്ചേട്ടനെ കൊണ്ട് കരയിപ്പിച്ച് വീഡിയോ എടുക്കാൻ വേണ്ടി പറഞ്ഞ് കൊടുത്തത് വരെ വിവിയാണ്. റോബിൻ ചെയ്ത കാര്യങ്ങളല്ലത്. അതുപോലെ തന്നെ ശാലിച്ചേട്ടൻ ചെയ്ത പല കാര്യങ്ങളും ചുക്കാൻ പിടിച്ചത് വിവിയാണ്. അങ്ങനെ പല ആളുകളുടെയും ലൈഫിൽ ഇവൻ ചെയ്ത് കൂട്ടിയിട്ടുള്ള കാര്യങ്ങൾ തന്തയില്ലായ്മ കാണിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതുകൊണ്ട് ഇവൻ എന്തോ ഉദ്ദേശിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇവൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളാണ് ഇതെല്ലാം, ഞാൻ ഉൾപ്പെടെ. ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച വരെ ഇവനായിട്ട് കോൺടാക്ട് ചെയ്തിരുന്നു.
എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഇവൻ എന്നെ വിളിച്ചത് പിന്നെ അജിൻ്റെ കാര്യം പറയാനാണ്. അജിൻ റോബിനെ കെട്ടിപ്പിടിച്ച് വീഡിയോ ഇട്ടെന്ന് നീ കണ്ട അവൻ തന്തയില്ലായ്മയില്ലേ കാണിച്ച ഇതാന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ എനിക്ക് അജിൻ്റെ അടുത്ത് ദേഷ്യം വന്നു. കാര്യം അങ്ങനെയാണ് ഇവൻ ഓരോരോ ആളുകളെ നമ്മളിൽ നിന്നും അകറ്റി അവനോട് അടുപ്പിക്കാൻ നോക്കുമ്പോൾ ആ അടുക്കുന്ന വ്യക്തികളുടെയും ജീവിതം നശിപ്പിച്ച് ചോര കുടിച്ചുകൊണ്ടിരിക്കുന്ന പ്രവണതയാണ് ഇവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം ജാസ്മിന് ഏതോ ഒരു ടൈമിൽ ഇവൻ്റെ അടുത്ത് പറഞ്ഞ് പിന്നെ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണല്ലോ വിവിധ ചാനലിൽ നിന്ന് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം ജാസ്മിനെ കണ്ടുകൂടാ, ജാസ്മിനെ ഇഷ്ടമല്ല, ജാസ്മിനെ അടിക്കാനായിട്ടുള്ള പരിപാടികൾ നടത്തുന്നത്. പറഞ്ഞാൽ അടിക്കുന്ന പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഇല്ലാതാക്കുന്ന രീതി പല പല കാര്യങ്ങളും ഇവൻ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ജാസ്മിൻ ഇവൻ്റെ ഒരു ഫ്രണ്ട് സർക്കിളിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ജാസ്മിന് എതിരെ ആദ്യമേ സംസാരിച്ചിട്ടുള്ളത്. പക്ഷേ ജാസ്മിനെ ഇവന് കണ്ടുകൂടാ എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങി. കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ഇരുന്ന് ഗൂഢാലോചന നടത്തുകയാണ് ജാസ്മിന് എതിരെ. അപ്പോൾ ജാസ്മിൻ ജയിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ബിക്കോസ് ഓഫ് ബിബി, അത്രയേ ഉള്ളൂ. പിന്നെ ജാസ്മിന് പറ്റിയ ഏറ്റവും വലിയൊരു തെറ്റെന്ന് പറഞ്ഞാൽ മണ്ടത്തരം എന്ന് പറഞ്ഞാൽ കാതർക്കര കല്യാണത്തിന് ഞങ്ങൾ എല്ലാവരും കൂടെ ഗ്രൂപ്പായിട്ട് പോകാനായിട്ടിരുന്ന സമയത്ത് ഇവനും ജാസ്മിനും തമ്മിൽ വന്ദേ ഭാരതിനകത്ത് ട്രെയിനിൽ ബുക്ക് ചെയ്യുന്നു. എന്നിട്ട് ലാസ്റ്റ് ടൈമിൽ ഞങ്ങളുടെ അടുത്ത് പറയുന്നു ഇവരും ജാസ്മിനും ഒരുമിച്ചാണ് പോകുന്നത്. ആ പോക്കാണ് ജാസ്മിൻ്റെ ലൈഫ് തന്നെ മറിച്ചത്. അഫ്സലിനെ കൊണ്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വീഡിയോ ഇടാൻ വേണ്ടി വോയിസ് ക്ലിപ്പ് ചോദിച്ച് സംസാരിക്കുന്നത്. എന്നിട്ട് ലാലേട്ടൻ പറഞ്ഞു ഇവർ അച്ഛന് ബ്ലോക്ക് വന്ന സമയത്ത് അത് അന്ന് തന്നെ പോയി അവരുടെ ജാസ്മിൻ്റെ അച്ഛൻ്റെ വീഡിയോ ഔട്ടാക്കിയത് അന്ന് തന്നെ ഇവൻ പോയി ഇൻ്റർവ്യൂ ചെയ്തിട്ടാണ്. എന്നെ വിളിച്ചായിരുന്നു, ഞാൻ പോയില്ല. അങ്ങനെ ഇവ പല ആളുകളുടെയും ഷഹീന ബേബി ആണെങ്കിലും ജാസ്മിനാണെങ്കിലും റോബിൻ രാധാകൃഷ്ണനാണെങ്കിലും ഇങ്ങനെ പല ആളുകളുടെയും കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലിട്ട് ഇപ്പോൾ സായി ആണെങ്കിൽ പോലും സായിയെ ഞാൻ എപ്പോഴും ഇവൻ വിളിക്കുമ്പോൾ മൊത്തം സായിയുടെ കുറ്റങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഞാനും അങ്ങോട്ട് സായിയുടെ കുറ്റങ്ങൾ പറഞ്ഞു തുടങ്ങി. കാര്യം എന്ന് പറഞ്ഞാൽ ഇവ എന്തൊക്കെ പറയുന്നതെന്ന് അറിയാൻ വേണ്ടി. ഇപ്പോൾ സായി ഞാനും തമ്മിൽ ഭയങ്കര ക്ലോസാണ്. അപ്പോൾ ഈ സായിയുടെ കുറ്റങ്ങൾ പറയാൻ വേണ്ടി എന്നെ വിളിക്കുന്നത്. എന്നിട്ട് ഇത്തിരി കഴിയുമ്പോൾ സായി ഇവൻ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുന്നെന്ന് സായി എൻ്റെ അടുത്ത് പറയും. ഇത് ഇവൻ്റെ മെയിൻ പരിപാടിയാണ്. പിന്നെ ജാസ്മിൻ്റെ കാര്യം നിന്ന സമയത്ത് തന്നെ അന്ന് രാത്രി തന്നെ സിബിനും പൂജയൊക്കെ ഇവൻ്റെ വീട്ടിൽ ഇവനെ തിരക്കിച്ചതെന്ന് പറഞ്ഞ് ഇവൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ജാസ്മിനെതിരെ ഒരു വലിയ ഗൂഢാലോചന നടക്കുന്നു എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയത്. കാര്യം അവൾ ഒരിക്കലും കരുതിയതല്ല അവളുടെ പേഴ്സണൽ ലൈഫാണെങ്കിലും അവളുടെ ബാക്കിയുള്ള എന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള കാര്യങ്ങളാണെങ്കിലും പുറത്തു കൊണ്ടുവരുമോ. അപ്പോൾ ഇതെല്ലാം റോബിൻ്റെ ജീവിതം നശിപ്പിച്ചതിൻ്റെ പിന്നിൽ എന്ന് പറഞ്ഞാൽ റോബിനെ പൂട്ടി താക്കോലെടുക്കുന്ന ഇവ 24 മണിക്കൂറും പറയുന്നത്. ഇവൻ്റെ അടുത്ത് റോബിൻ എന്തോ തെറ്റ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ അടുത്ത് റോബിൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ എപ്പോഴും പറയും, എവിടെയും പറയും. ആ ഫ്ലാറ്റിൽ വന്നിട്ട് ഞാൻ വളരെ സൗഹൃദമായിട്ട് കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് വീട്ടിൽ പോയ ഒരുത്തനാണ് ഞാൻ പല കാര്യങ്ങളും റോബിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ട്, പ്രവർത്തിക്കുന്നത് കേട്ടപ്പോൾ ഞാൻ ഷോക്കായിപ്പോയി. എനിക്ക് എങ്ങനെ അത് റിയാക്ട് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ആ ഒരു ടൈമിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫേക്ക് അലിഗേഷൻ എന്നെ കൊണ്ട് വന്ന സമയത്ത് ഞാനൊരു ഫ്ലാറ്റിൽ ഒറ്റയ്ക്ക് ഒരു റൂമിൽ തന്നെ ഏകദേശം ഒരു 5-6 ദിവസം അരിയാഹാരം ഇല്ലാതെ കിടന്നിട്ടുണ്ട്. ആ സിറ്റുവേഷൻ തരണം ചെയ്തു പോയത് എനിക്കും എൻ്റെ ഫാമിലിക്കും മാത്രമേ പറ്റുള്ളൂ. എൻ്റെ അമ്മ വഴിയിൽ കിടന്ന് നെഞ്ചെടുത്തടിച്ച് കരഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ അവിടെ നിന്നൊക്കെ റിക്കവർ ചെയ്ത് ഞാൻ തിരിച്ച് ഈ ഒരു സ്റ്റേജിൽ എത്തണമെങ്കിൽ അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ ദുബായിലാണ്, നല്ല ലൈഫായിട്ട് മുന്നോട്ട് പോകുന്നത്. എനിക്ക് ഈ ഒരു കാര്യങ്ങളിലൊന്നും ഡിസ്കഷൻ വെക്കാൻ താല്പര്യമില്ല. കാര്യം എൻ്റെ കൂടെ എൻ്റെ അമ്മ ഉള്ളിടത്തോളം കാലം ഞാൻ രക്ഷപ്പെടും, നല്ല രീതിയിൽ പോവുകയും ചെയ്യും. അപ്പോൾ ബിബി ബാബു എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ നടന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ആ പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടെ നമ്മളെ വിശ്വസിക്കുന്ന നമ്മുടെ അമ്മ നമ്മുടെ കൂടെ ഉണ്ടായാൽ മാത്രം മതി. അപ്പോൾ ബിബിയുടെ അടുത്ത് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നിന്നെ വളർത്തി വലുതാക്കിയ നിൻ്റെ സാഹചര്യങ്ങളിൽ നിന്നും നീ പഠിച്ച ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ ഒരു കള്ളനാണെങ്കിൽ പോലും അവൻ വളർന്നു വന്ന സാഹചര്യമാണ് അവനെ ആ ഒരു കള്ളത്തരത്തിലോട്ട് കൊണ്ടെത്തിക്കുന്നത്. അപ്പം നീ ഇനിയെങ്കിലും മാറ്റി ചിന്തിച്ചിട്ടില്ലെങ്കിൽ നിൻ്റെ ലൈഫ് തന്നെ സ്പോയിലായി പോകും. എനിക്കിപ്പോൾ ഈ റോബിൻ വിളിച്ച് പറയുന്ന സമയത്ത് പോലും എനിക്ക് നിൻ്റെ അടുത്ത് ദേഷ്യമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഞാൻ ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞ കാര്യമാണ്. എന്നെ പല ആളുകളും തമ്മിൽ അടുപ്പിച്ചതും, ഇല്ലെങ്കിൽ വിനീതുമായിട്ട് അടുപ്പിച്ചതും, റോബിനെ കൊണ്ട് അടുപ്പിച്ചതും, ഇല്ലെങ്കിൽ ആരോൺ പൊട്ടനാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ് അവനെ എന്നിൽ നിന്ന് അകറ്റിയതും, ഇല്ലെങ്കിൽ എൻ്റെ സൗഹൃദ വലയങ്ങളായിട്ടുള്ള ആളുകളിൽ നിന്നും എന്നെ അകറ്റിയതും ഇതെല്ലാം നീയാണ്. ഇവരെല്ലാവരും വന്നിരുന്ന് എൻ്റെ അടുത്ത് പറയുന്നുണ്ട് പല കാര്യങ്ങളും. എനിക്ക് നിന്നെ ഇപ്പം പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. നീ നാളെ ഒരാളുടെ ലൈഫിലോട്ട് ഇതേപോലെ പോയി കളിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. എന്തായാലും ഈ ഒരു
കാര്യം കൊണ്ട് റോബിൻ ബ്രോയുടെയും എൻ്റെ ലൈഫിലും റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയുടെയും എൻ്റെ ലൈഫിലും ഉണ്ടായ മാറ്റങ്ങളെന്ന് പറഞ്ഞാൽ രണ്ട് പേർക്കും നല്ലതേ സംഭവിച്ചിട്ടുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊന്നും വലിയ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല. അപ്പം റോബിൻ എൻ്റെ കാര്യത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ട്. അത് റോബിനെ കൺവിൻസ് ചെയ്ത് ചെയ്യിപ്പിച്ചെന്ന് പറയാം. ഞാൻ ഒരു ദോഷവും ആർക്കും ഉണ്ടാക്കി കൊടുത്തില്ല. ഞാൻ റോബിനെതിരെ ഇട്ട വീഡിയോകളാണെങ്കിലും പറഞ്ഞ കാര്യങ്ങളാണെങ്കിലും എൻ്റെ അമ്മ മുറ്റത്ത് കിടന്ന് കരയുന്ന ആ ഒരു രംഗം മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. എന്തുകൊണ്ട് എന്നെ ആക്രമിച്ചു എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. പക്ഷെ നീ ചെയ്യുന്ന ഈ പ്രവൃത്തി കൊണ്ട് നഷ്ടപ്പെട്ടു പോയ എൻ്റെ അത്രയും ടൈം എനിക്ക് വീണ്ടെടുക്കാൻ പറ്റിയിട്ടില്ല. ഞാനിപ്പോൾ ഈ ഒരു കരിയറായിട്ട് മുന്നോട്ട് പോയി ആ ഒരു ലൂപ്പിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ഒരു വലിയ എൻ്റെ വീട്ടുകാരുടെ പ്രാർത്ഥന കൊണ്ട് മാത്രമായിരിക്കും.